السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد المنان. الصلاة والسلام على النبي المعطر بالروح والريحان وعلى آله الذين استقاموا على الإسلام والإيمان. أما بعد दोस्त वही है जो दीन की राह दिखाए है, अंधेरों रोशनी की रोशन पैदा करे. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം സുഹൃത്ത് ധർമ്മോപദേശിയായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അതിനെ എന്നെ തുണച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവനെ നന്മയിലേക്ക് നയിക്കുകയും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത്, ഒരു ധർമ്മോപദേശി അനിവാര്യമാണ്. ഇസ്ലാം സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ അത് നന്മയിലേക്ക് നയിക്കുകയും തിന്മയിൽ നിന്ന് വെടിയുകയും ചെയ്യുന്ന ഒരു സൗഹൃദ ബന്ധമായിരിക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തഅവനു അലൽ ബിർരി വത്തഖ്വാ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയുടെ മേലിലും തഖ്വയുടെ മേലിലും പരസ്പരം സഹായിക്കൂ, എന്നാൽ നിങ്ങൾ ശത്രുതയുടെ മേലിലും തിന്മയുടെ മേലിലും ഒരിക്കലും സഹായിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതല്ലേ മക്കയുടെ മലർവിളക്കിൽ നിന്ന് കരുണയുടെ സന്ദേശം വിതറി മദീനയുടെ മഹിമാ മണ്ഡപത്തിൽ നിന്ന് നീതിയുടെയും സാഹോദര്യത്തിന്റെയും പതാക ഉയർത്തി ലോകമാനവികതയുടെ ചരിത്രത്തെ പുതുതായി എഴുതി തീർത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു പുരുഷന് വന്ന് ചോദിക്കുന്നു, നബിയേ, ഈ സുഹബത്ത് ഏറ്റവും നല്ലവനാരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്നെ ഏത് പ്രതിസന്ധിയിലും സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതല്ലേ തൈബ ഉസ്താദ് പാടി വെക്കുന്നത്, പടുവിഡ്ഡിയും പെട്ടെന്നമർത്തും ശക്തനെ, തീക്കട്ട ചാമ്പലിൽ പെട്ടുപോയാലങ്ങിനെ, സുഹബത്ത് ശാശ്വതമായിരിക്കണമെങ്കിലേ അവനോട് പറയരുതേ തമാശ കലാമിലേ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് സ്നേഹിതന്മാരെ കുറിച്ച് പറയുകയാണ്. നാളെ മഹിശറ വൻസഭയിൽ സൂര്യന്റെ വെയിലിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത്, ആളുകൾ വെന്തുരുകുന്ന സമയത്ത് 7 വിഭാഗങ്ങൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതിൽ പ്രവാചകൻ ഉൾപ്പെടുത്തിയ വിഭാഗം ഏതെന്നറിയുമോ? റജുലാനി തഹബാ ഫില്ലാഹ് വജ്തമാ അലൈഹി വതഫറഖ ഇലൈഹി. രണ്ട് സ്നേഹിതന്മാർ അവർ നന്മകൾ ഉപദേശിക്കുന്നു, തിന്മകളിൽ നിന്ന് വെടിയുന്നു. അങ്ങനെ വെടിയുന്ന രണ്ട് പുരുഷന്മാർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ആരംഭപൂർവ്വ റസൂൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല സുഹബത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നല്ല മരണം കൈവരിക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഉസീകും ബിദുആ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.